ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജി ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പക്ഷെ അതിന് സ്വല്പം വ്യത്യസ്തമായി സോഷ്യൽ ലേണിംഗ് തീർച്ചയായിട്ടും ഒരു അവയർനെസിന്റെ പാർട്ടായിട്ട് നമുക്ക് അതിനെ കൂട്ടാം. ക്ലാസ് എടുക്കുന്നത് ഷീതാമമാണ്, കോഴിക്കോട് സ്വദേശിയാണ്, ട്രെയിനറാണ്. KCBയിലെ ജോലിക്ക് ശേഷം ട്രെയിനിങ് തലത്തിൽ മുന്നോട്ട് പോകുന്നു. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി ക്ലാസ്സുകൾ മാം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് പുതിയൊരു വിഷയം സോഷ്യൽ ലേണിംഗ് എന്ന് പറഞ്ഞ വിഷയം നമുക്ക് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഷീത മാം യു ആർ വെൽക്കം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ലേണിംഗ് ശരിക്കും എപ്പോഴാണ് തുടങ്ങുന്നത്? തീരെ കുട്ടിക്കാലത്ത് അല്ലേ? അതിനേക്കാൾ പറഞ്ഞോളൂ. അമ്മയുടെ സമയത്ത് അമ്മയുടെ അതെ അതെ സാർ, അതെ അമ്മയുടെ അതെ 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 സാർ. താങ്ക് യു സാർ. അപ്പൊ അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ലേൺ ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ എൻ്റെ ഇത് കാണാത്തത്? അമ്മയുടെ വയറ്റിലിരിക്കുമ്പോൾ കുട്ടിയുടെ ലേണിംഗ് നടക്കുന്നുണ്ട് ശരിക്കും. ഇതുപോലെ തകരാറുണ്ട്, അതവിടെ നോക്കട്ടെ. അല്ല, എന്നെ കാണുന്നില്ലല്ലോ അല്ലേ? ഉണ്ടോ? കാണുന്നില്ലേ? കാണുന്നില്ല. കാണുന്നുണ്ട് മാഡം. ഉണ്ടല്ലേ? ശരി. അപ്പൊ അമ്മയുടെ വയറ്റിൽ തന്നെ കുട്ടി പഠിക്കാൻ തുടങ്ങുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോഴും നമ്മൾ നല്ല കുറെ പേര് അങ്ങനെയാ വിചാരിക്കുന്നത്. അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുട്ടി പഠിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയായിരിക്കും കുട്ടി ചെയ്യാനിരിക്കും, എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്താലും. ഒരിക്കല് കനഡയില് ഒരു ഗ്രാമത്തില് ഒരു 14 വയസ്സുള്ള കുട്ടി തന്റെ സഹപാഠിയെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് വെട്ടി നുറുക്കി തിളപ്പിച്ചു. ഇത് പോലീസുകാര് പിടിച്ചു. ചോദ്യം ചെയ്തപ്പോ കുട്ടി പറഞ്ഞത്, ഈ മനുഷ്യ മാംസം തിളപ്പിച്ച് ജ്യൂസാക്കി കഴിച്ചാൽ പറക്കാനുള്ള ശേഷി കിട്ടുന്ന ഒരു ഹൊറർ മൂവിയിൽ കണ്ടിട്ടുണ്ടെന്ന്. ഇത് ഗ്രാമത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു, പ്രത്യേകിച്ചും കനേഡിയൻ സൈക്കോളജിസ്റ്റായ ആൽബർട്ട് ബന്ദൂരെ. കാരണം അദ്ദേഹം സൈക്കോളജിസ്റ്റും കൂടിയല്ലേ. അപ്പം അദ്ദേഹത്തിന് അതുവരെ നമ്മൾ ഇവിടെ പറഞ്ഞത് റഷ്യൻ സൈക്കോളജിസ്റ്റായ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും അതേപോലെ സ്കിന്നറിന്റെ ഓപ്പറാന്റ് കണ്ടീഷനൊക്കെ ആയിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്നാണെന്ന്. പാവ്ലോവ് പറഞ്ഞത് നമ്മളൊരു ഒരാളെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്നാലാണ് സ്വഭാവം മാറും. അത് ശരി തന്നെയാണ്, മാറും, ബിഹേവിയർ ചേഞ്ച് ഉണ്ടാവും. പിന്നെ സ്കിന്നർ പറഞ്ഞത് റീഇൻഫോഴ്സ് ചെയ്യുക, അതായത് നല്ല ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യുക, മറ്റത് പനിഷ്മെന്റ് കൊടുക്കുക എന്നൊക്കെയാണ്. ഇതെല്ലാ തിയറിയും ശരി തന്നെ, നല്ലത് തന്നെ. പക്ഷെ ഇത് മാത്രമല്ല എന്നുള്ള ഒരു ബോധം കൂടി ആൽബർട്ട് ബന്ദൂർക്ക് ഈ സംഭവം കൂടി കണ്ടപ്പോ കൂടുതൽ മനസ്സിലായി. പാവ്ലോവ് ഒരിക്കല് നായന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്ന സമയത്ത് നായക്ക് സ്ഥിരമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ലാബ് ടെക്നീഷ്യൻ കയറി വന്നു. അപ്പൊ നായയുടെ വായിൽ നിന്ന് ഉമിനീര് വന്നു. നായക്ക് ഒരു ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല, എന്നിട്ട് ഉമിനീര് വന്നു. അപ്പം അവളവ് തോന്നിയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, നായ ലാബ് ടെക്നീഷ്യൻ കടന്നു വരുമ്പോഴത്തേക്ക് തന്നെ നായയുടെ വായിൽ നിന്ന് ഉമിനീര് വന്നു. അപ്പൊ അദ്ദേഹം അത് പഠിക്കാൻ നോക്കി. അങ്ങനെയാണ് നായക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ സമയത്ത് നായക്ക് ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഉമിനീര് വരും. പിന്നെ ബെല്ല് വെച്ചു, ആ ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അപ്പൊ എന്തായിരിക്കും നായക്ക് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ദിവസവും ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നു. അപ്പൊ ബെല്ലടി കേൾക്കുമ്പോ വെള്ളം വരും. അത് നായയുടെ വായന്ന് ഉമിനീര് വന്നു.
പിന്നെ അദ്ദേഹം ബെല്ലടി നിർത്തിയപ്പോ 1-2 ദിവസം വന്ന് പിന്നെ നായയുടെ സ്വഭാവം അൺലേൺ ചെയ്തു. ഇതാണ് പാവ്ലോവ് പറഞ്ഞ. അപ്പൊ ഒരു സ്വഭാവത്തിന് നമ്മൾ കണ്ടീഷൻ ചെയ്ത അതുപോലെ പിന്നെ നമുക്കത് അൺലേൺ ചെയ്യിക്കാനും പറ്റുന്ന പാവ്ലോവ് പറഞ്ഞു. സ്കിന്നർ പറഞ്ഞത് പനിഷ്മെന്റും അതേപോലെ റീഎൻഫോഴ്സ്മെന്റും. ഒന്ന് പറഞ്ഞ എന്താണ്? പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. നമ്മൾ ഒരു കുട്ടി നമുക്ക് ഹോംവർക്ക് കൃത്യസമയത്തിന് ചെയ്തപ്പോ കുട്ടിയുടെ അച്ഛൻ കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഇനി ഗിഫ്റ്റ് നമ്മളെ കയ്യില്ലെങ്കിൽ കുട്ടിക്ക് പുറത്തൊരു ഐഡിയൊക്കെ കൊടുത്ത് നന്നായി മിടുക്കായനാണ്, നന്നായി ചെയ്തിട്ടുണ്ട്, ഇനിയും ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. ഒരു ഡിസൈറബിൾ ബിഹേവിയർ കാണിക്കുമ്പോൾ നമ്മൾ അതിനൊന്ന് സപ്പോർട്ട് ചെയ്താൽ ആ സ്വഭാവം കുട്ടി എന്ന് മാത്രമല്ല എല്ലാവരും നമ്മുടെ കുട്ടികളിലാണല്ലോ ലേണിംഗ് വേഗം നടക്കുക. അതുകൊണ്ടാണ് കുട്ടി എന്ന് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും കുട്ടി പിന്നെയും കാണിക്കും. അതേപോലെ കുട്ടിയുടെ ഒരു ഡിസൈറബിൾ അല്ലാത്തൊരു ബിഹേവിയർ ഉണ്ടെന്ന് വിചാരിക്കുക. കുട്ടി ഹോംവർക്ക് ചെയ്തില്ല. കുട്ടി ചെയ്യാതിരുന്നപ്പോ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു, നീ പുറത്ത് പോയിട്ട് പച്ചക്കറി വാങ്ങിക്കൊണ്ടുവരണമെന്ന്. അത് കുറച്ച് ചെളിയൊക്കെ ഉള്ള വഴിയാ, കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കുട്ടി എങ്ങനെയൊക്കെയോ ഷോപ്പിൽ പോയിട്ട് വെജിറ്റബിൾ വാങ്ങിക്കൊണ്ട് വന്നു. ഇതാണ് പോസിറ്റീവ് പനിഷ്മെന്റ്. പനിഷ്മെന്റ് ആണെങ്കിലും ഇതിലൊരു പോസിറ്റീവ് എലമെന്റ് ഉണ്ട്. അതെന്താ? എന്തുകൊണ്ടാണ്? ഇത് പനിഷ്മെന്റ് ആണ്. ശരിക്കും കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചത്. എന്നാലും നമ്മൾ പറയുന്ന പോസിറ്റീവ് പനിഷ്മെന്റ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജീവിതത്തിന് ഉപകരിക്കുന്ന ഒരു കാര്യമാണ് കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചത്. അതെ മാം, ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ്. കുട്ടിയുടെ സ്കില്ലിനെ അത് എൻഹാൻസ് ചെയ്യും. പോയി വാങ്ങാനും പൈസ കൊടുത്ത് അത് കണക്കാക്കി വരാനുള്ള ആ കഴിവ് വളരുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്ത്, അതുകൊണ്ടാണ് പോസിറ്റീവ് പനിഷ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. സ്കിന്നർ അങ്ങനെയാ പറയുന്നത്, പോസിറ്റീവ് പനിഷ്മെന്റ് കൊടുക്കുക, പിന്നെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അപ്പം കുട്ടിയുടെ സ്വഭാവത്തിന് നമുക്ക് നന്നാക്കിയെടുക്കാം. ഇനി നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. നമുക്ക് ഒരു അൺഡിസൈറബിൾ ആയ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കുക. അൺഡിസൈറബിൾ ആയ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഒരു വേലയ്ക്ക് ഒരാൾ വരികയാണ്, രാവിലെ വരുന്നു, 5 മണിക്കാ പോകുന്നത്. അവര് വേഗം ചെയ്ത് ഒരു 3 മണിയാകുമ്പോ കൃത്യമായിട്ട് ചെയ്തപ്പം വീട്ടുടമ പറയുന്നു, നിങ്ങൾക്ക് 3 മണിക്ക് പോവാൻ. അപ്പൊ 5 മണിക്ക് പോകുക എന്ന് പറയുന്നത് അവർക്ക് അത്ര സന്തോഷമുള്ള കാര്യമല്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്ത്? അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. അപ്പൊ അവരുടെ സ്വഭാവത്തിന് എന്തുണ്ടാവും? 3 മണിക്ക് ചെയ്തപ്പോ അവർക്ക് ഒരു അൺഡിസൈറബിൾ ആയിട്ട് മാറ്റിയെടുത്തു, ഒഴിവാക്കി കൊടുത്തു. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? അവര് വേഗം 5 മണിക്ക് ചെന്ന വേഗം എല്ലാ ദിവസവും വേഗം ചെയ്യാനുള്ള ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായി. അത് അവരുടെ സ്വഭാവത്തില് കൂടുതൽ നന്നാക്കിയെടുത്ത്. അപ്പൊ അൺഡിസൈറബിളിനെ നമ്മൾ ഒഴിവാക്കുക, വിഡ്രോ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്ന നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. പിന്നെ നെഗറ്റീവ് പനിഷ്മെന്റ്. ഒരു കുട്ടിക്ക് സിനിമ കാണാൻ വളരെ ഇഷ്ടം. ആഴ്ചയിൽ ഒരു സിനിമ കാണിച്ചു കൊടുക്കും. പക്ഷെ ആ കുട്ടി മുറിയൊക്കെ അലങ്കോലപ്പെട്ട് കിടത്തി ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് ക്ലീൻ ചെയ്യൊന്നും ചെയ്തില്ല. അപ്പൊ അച്ഛൻ എന്ത് പറഞ്ഞു കുട്ടിയോട്? നീ ഇന്ന് സിനിമയ്ക്ക് പോകണ്ട. അപ്പം ആ കുട്ടിക്ക് അതൊരു പനിഷ്മെന്റ് ആണ് അല്ലെ? കുട്ടിക്ക് ഡിസൈറബിൾ ആയ ഒരു കാര്യത്തിന് നമ്മൾ മാറ്റിയെടുത്തു. ഇതാണ് സ്കിന്നർ പറഞ്ഞത്. ഇവര് രണ്ടുപേരും പറഞ്ഞ തിയറി പോരാ. ഈ ഒബ്സർവേഷൻ വഴിയും ലേണിംഗ് നടക്കുന്നുണ്ടെന്ന് പിന്നെ നമ്മുടെ ബന്ധുരയ്ക്ക് മനസ്സിലായി. പ്രത്യേകിച്ച് ആ കുട്ടീന്റെ കാര്യം. പിന്നെ പലരും ഇത് ഒബ്സർവ് ചെയ്ത് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒബ്സർവേഷണൽ ലേണിംഗ് വേണ്ടി അദ്ദേഹം ഒരുപാട് പഠനം നടത്തിയത്. ഇപ്പൊ ഒരു കുട്ടിയും കുട്ടിയുടെ അനിയത്തിയും അമ്മയും കൂടി ഷോപ്പിങ്ങിന് പോയപ്പോ ഈ മൂത്ത കുട്ടി പിന്നെ ഒരു ടോയ് കാണുമ്പോൾ കരഞ്ഞ് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന ശാന്തമായി നിന്ന ആ കുട്ടീന്റെ അനിയത്തിയും ഇത് കണ്ടപ്പോ എനിക്കും വന്നു. ആ കുട്ടിയും ലഹള കുട്ടി. അതെന്താ? അത് ശരിക്കും കുട്ടിയുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ആണോ? കുട്ടിയുടെ ഡയറക്റ്റ് എക്സ്പീരിയൻസ് അല്ല. പക്ഷെ മറ്റൊരാള് ചെയ്യുന്നത്
ഒബ്സർവ് ചെയ്തിട്ട് ആ സ്വഭാവം ഡിസൈറബിൾ ആയാലും ശരി അൺഡിസൈറബിൾ ആയാലും ശരി കോപ്പി അടിക്കാനുള്ള ത്വര പിന്നെ പ്രത്യേകിച്ചും കുട്ടികളിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ബന്ധൂരെ പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനും എല്ലാം നല്ലത് തന്നെയാണെങ്കിലും പിന്നെ ഒബ്സർവേഷനിൽ കൂടിയും ലേണിങ് നടത്തണം. അതിനു വേണ്ടി ഞാൻ ഇനി ഇതൊന്ന് PPT ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഒന്ന് പോക്കണല്ലോ. സേവ് എന്നുള്ളത് കൊടുത്താൽ ചിലപ്പോൾ എടുക്കുന്നുള്ളൂ. പോയോ? താഴെ ഉണ്ടല്ലോ സോഷ്യൽ ലേണിംഗ്, താഴെ കിടപ്പുണ്ടല്ലോ രണ്ടാമത്തെ നമ്മൾ രണ്ടാമത്തെ ലിസ്റ്റ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞ് കിടപ്പുണ്ടല്ലോ. ഇതില്ലേ? അല്ല അപ്പൊ നമുക്കത് എനിക്ക് ലെഫ്റ്റ് ഫ്രം ഏറ്റവും അടുത്ത് താഴെ കാണുന്നുണ്ടോ? ശരി, യെസ് കാണാം. കാണുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് അതുകൊണ്ട് ബന്ധൂരയുടെ ഇത് വികാരിയസ് ലേണിംഗ് ആയിപ്പോയില്ലേ? വികാരിയസ് ലേണിംഗ് തന്നെയാണ് സോഷ്യൽ ലേണിംഗ്. ഇത് വേറെ ഒന്നുണ്ടായിരുന്നു തോന്നുന്നു. ഇന്ന് വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റുമോ സാറേ? ഇതല്ലാതെ എന്റർ കീ പ്രസ് ചെയ്താൽ മതി. എന്റർ കീ മാറ്റാനാണോ? അല്ല, ഇത് വികാരിയസ് ഉള്ളത് അത് അല്ല, അത് കുഴപ്പമില്ല, കടന്നോട്ടെ. സെക്കൻഡ് പേജ് മാറ്റിക്കോ, പേജ് മാറ്റി, കുഴപ്പമില്ലല്ലേ? അപ്പൊ വൈകാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, സോഷ്യൽ ലേണിംഗ് തന്നെയാണ്. ഞാൻ പേരൊന്നും അങ്ങനെ അന്ന് PPT തയ്യാറാക്കിയപ്പോ അങ്ങനെ ആയിരുന്നുള്ളൂ. അപ്പൊ ബന്ധൂര് അതിനു വേണ്ടി എന്താണ് ഉപയോഗിച്ചത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ഏതാണ്? സോഷ്യൽ ലേണിംഗ് അഥവാ ഒബ്സർവേഷണൽ ലേണിങ്ങിനെ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പിന്നെ പരീക്ഷണം നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണം ഏതായിരുന്നു? ഒബ്സർവേഷനോ? അതിനു വേണ്ടി ഈ സോഷ്യൽ ലേണിംഗ് അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ് നടക്കുന്നുണ്ടെന്ന് ശരിക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം കുറെ എക്സ്പെരിമെന്റ് നടത്തില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പെരിമെന്റ് ഏതായിരുന്നു? അതാണ് ബോബോഡോൾ എക്സ്പെരിമെന്റ്. ബോബോഡോൾ എന്ന് പറയുന്നത് എന്താ, തഞ്ചാവൂർ പാവ എന്നൊക്കെ പറയുന്ന ഒന്നാണ്. അതായത് അത് ഒരു എന്താ എക്സ് ഷേപ്പിലായിരിക്കും. അങ്ങോട്ട് തട്ടിയാലും ഇങ്ങോട്ട് തന്നെ വന്ന് നിൽക്കുന്ന ഒരു തരം പാവയാണ്, കുട്ടികളെ വലിപ്പമുള്ള. അപ്പൊ ഈ പാവ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ അതിനു വേണ്ടി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രീ സ്കോളേഴ്സിനെയാണ് എടുത്തത്. 3-നും 6-നും ഇടയിലുള്ള കുട്ടികളെ വിളിച്ചു. എന്നിട്ട് അവരെ ഗ്രൂപ്പാക്കി. ഒരു ഗ്രൂപ്പില് കുറച്ച് കുട്ടികളെ ഇരുത്തി അവിടെ ഒരു പിന്നെ ബോബോഡോള് വെച്ച് ഒരു അഡൽറ്റും ഉണ്ട് അവിടെ. അടുത്ത റൂമിൽ ഇതുപോലെ തന്നെ ഒരു അഡൽറ്റും ഉണ്ട്, കുട്ടികളുണ്ട്, പിന്നെ ബോബോഡോളുണ്ട്. ആദ്യത്തെ മുറിയിലെ അഡൽറ്റ് ഈ പാവയെ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും എടാ വാടാ പോടാ മിണ്ടല്ല അങ്ങനെയൊക്കെ വേബലായിട്ടും പിന്നെ അതേപോലെ അടിച്ച് തുടിച്ച് ചവിട്ടൊക്കെ ചെയ്ത്. രണ്ടാമത്തെ റൂമിലെ അഡൽറ്റ് ഒന്നും ചെയ്യുന്നില്ല കുട്ടികളെ, നല്ല പാവയെ. അപ്പം ഈ രണ്ട് ഗ്രൂപ്പ് കുട്ടികളെ മൂന്നാമത്തെ ഒരു റൂമിലേക്ക് മാറ്റി, ഒരു കൺട്രോൾ റൂമില്. എന്നിട്ട് അവിടെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുത്ത്. അപ്പൊ എന്നിട്ട് പിന്നെ അവര് തിരിച്ച് കളിപ്പാട്ടം വാങ്ങുമ്പോ ആദ്യത്തെ റൂമിൽ നിന്ന് വന്ന കുട്ടികൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവര് അഗ്രസീവ് ബിഹേവിയർ കാണിച്ച് അടിക്കാനും തുടയ്ക്കാനും ഒച്ചപ്പെടാനൊക്കെ തുടങ്ങി. രണ്ടാമത്തെ കുട്ടികൾ ശാന്തമായിട്ട് നിന്ന് അത് കണ്ട് കൊടുത്തപ്പോ ശാന്തമായി നിന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നത്, നമ്മള് അഗ്രസീവ് ബിഹേവിയർ കണ്ടാൽ പ്രത്യേകിച്ചും കുട്ടികൾ അത് പഠിക്കും, നോൺ അഗ്രസീവ് ആണെങ്കിൽ അതും പഠിക്കും. ഇവിടെ ഈ കുട്ടികളില് ആൺകുട്ടികളും പെൺകുട്ടികളും ഈ അഗ്രസീവ് ബിഹേവിയർ പഠിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ആരാണ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്? ആരായിരിക്കും സ്വാഭാവികമായിട്ടും? ആൺകുട്ടികളല്ലേ? ആൺകുട്ടികളാണ് അടിക്കാനും കൂടുതൽ തുടങ്ങിയ. പെൺകുട്ടികളും ചെയ്തിട്ടുണ്ട്, വേർബൽ അബ്യൂസ് 2 കൂട്ടരും ചെയ്ത്.
പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് നേരിട്ടുള്ള ഇതില്ലേ. പിന്നെ വീഡിയോയിൽ മാത്രം കാണിക്കുമ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ കുട്ടികളെ സിനിമ കാണിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക, അതിൽ അടിയും പിടിയൊക്കെ ഉണ്ട്, കുട്ടികളും അതേപോലെ തന്നെ കോപ്പി അടിക്കാൻ തുടങ്ങും. അപ്പൊ 3 തരത്തില് അദ്ദേഹം പറഞ്ഞ്. ഒന്ന് ലൈവ് മോഡൽ, നമ്മൾ നേരിട്ട് ഇപ്പൊ ഈ കുട്ടികൾ കണ്ടതുപോലെ. രണ്ടാമത്തത് സിംബോളിക് മോഡല്. അപ്പൊ ഇങ്ങനെ സിനിമയിൽ നിന്നും പിന്നെ വീഡിയോ ഒക്കെ കുട്ടികൾ, ഈ കുട്ടി തന്നെ നമ്മൾ പറഞ്ഞില്ലേ 14കാരൻ കൊന്നത്, അവനൊരു വീഡിയോ സിനിമ കണ്ടിട്ടല്ലേ. അപ്പൊ അങ്ങനെയും ലേണിങ് നടക്കാം. പിന്നെ വായനയെക്കൂടി വെർബലായിട്ട് അങ്ങനെയൊക്കെ ലേണിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലേണിങ് നടക്കണമെങ്കിൽ നമുക്ക് പിന്നെ 3 സ്റ്റെപ്പ് കൂടി ഇത് പോകുന്നുണ്ട്. ഒന്ന് അറ്റൻഷൻ. അപ്പൊ ഒബ്സർവേഷനിൽ കൂടി നടക്കുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മോഡൽ ചെയ്യും. ഇപ്പൊ മഞ്ജു വാര്യർ അവരെ ഹസ്ബൻഡ് ആയിട്ട് ഡിവോഴ്സ് ചെയ്ത ശേഷം അവരങ്ങോട്ടൊന്നും അബ്യൂസ് ചെയ്യാനോ കുറ്റം പറയാനോ ഒന്നിനുമില്ല. അങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ വിവാദം ഉണ്ടാകും, പത്രക്കാര് പറയും, അവരുടെ സമയം മുഴുവൻ അങ്ങനെ നശിച്ചു പോകും. അപ്പൊ ഒരു വിവാദത്തിലും നോക്കാതെ അവരവരെ ഗ്രോത്തിന് വേണ്ടി, അവരെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഫോക്കസ് ചെയ്തത്. അപ്പം വേറൊരു ഡൈവേഴ്സി, ഒരു റൈറ്ററാണ്. അപ്പൊ അവര് വിചാരിക്കാണ് മഞ്ജു വാര്യർക്ക് സമയമൊന്നും പോയില്ല, അവരുടെ സമ്പാദ്യമൊക്കെ 0-ൽ എത്തിപ്പോയിരുന്നു, എന്നിട്ടും അവര് നന്നായി സമ്പത്ത് ഉണ്ടാക്കുകയും ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് നല്ലത്. അപ്പൊ അവര് മഞ്ജു വാര്യരെ പ്രവൃത്തിനൊക്കെ ഇങ്ങനെ മോഡൽ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതാണ് മോഡലിങ്. നമ്മൾ വെറുതെ നോക്കിയാലും മാത്രം പോരാ, അവരെ നമുക്ക് ഇഷ്ടപ്പെട്ട ബിഹേവിയർ ഏതാണോ അതിനെ നമ്മൾ മോഡൽ ചെയ്യാം. അതേ സമയത്ത് തട്ടതിനും പിടിച്ചിനൊക്കെ അടിപിടി കൂടുന്ന ആളുകളെ നമ്മൾ മോഡൽ ചെയ്യുന്നതെങ്കിലോ അപ്പൊ എന്തായിരിക്കും? മോശം മോഡലാണ്. അപ്പൊ കുറെ ആളുകൾ മദ്യപിക്കുന്നത് ദിവസവും കാണുന്ന കുട്ടി, അവര് മദ്യപിച്ച് പാട്ടും പാടിയൊക്കെ നടക്കുമ്പോൾ ചിലപ്പോ ആ കുട്ടികൾക്കും തോന്നി ഇനി ഇങ്ങനെ ഒന്ന് മദ്യപിച്ചാലോ. തിരിച്ചു ചിന്തിക്കുന്നവരുണ്ട്, അയ്യേ ഇവരിങ്ങനെ പാട്ട് പാടി നടക്കല്ല, എങ്ങനെയാവരുതെന്ന്. അപ്പൊ കൂടുതലും നമ്മൾ മോശമായ ബിഹേവിയർ കണ്ട അത് ചെയ്യാൻ കുട്ടികളുടെ ഒരു ത്വര ഉണ്ടാവും. പിന്നെ ഈ മോഡലിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മോഡലിങ്ങും ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവരൊക്കെ ഇത് അറ്റൻഡ് ചെയ്യണം. മൂവ് ചെയ്യുന്നില്ല മാം. മൂവ് ചെയ്യുന്നില്ല. അതാ എന്റർ അടിച്ച് എന്റർ. അല്ല അപ്പൊ 4 സോഷ്യൽ ലേണിംഗ് തിയറിയിൽ 4 കാര്യമാണ് പറയുന്നത്. അറ്റൻഷൻ, റിറ്റൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. അറ്റൻഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ സാബു സാറ് കുറെ ക്ലാസ് എടുക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പോയിരുന്നു, ഞാനത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂ. ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവും, ടീച്ചർ നന്നായിട്ട് പാഠം എടുത്താൽ പോലും ചില കുട്ടികൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പൊ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമേ അത് ഉപകാരമുള്ളൂ. വെറുതെ ഇപ്പൊ നമ്മൾ വഴി കൂടി പോകുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കും, അത് നമ്മൾ ആസ്വദിച്ചങ്ങ് പോരും, പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് അത്രത്തോളം ഒന്നും ആലോചിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ശരിക്കും അറ്റൻഡ് ചെയ്താലേ ഉള്ളൂ പിന്നെ നമുക്കത് ഉള്ളിൽ എടുക്കാൻ പറ്റും. സാർ ഒരിക്കലും റെഡ് റാഡിക്കലിനെ പറ്റി ക്ലാസ് എടുത്തിരുന്നു എന്നാണ് എനിക്കൊരു ഓർമ്മ, അല്ലേ? അപ്പൊ ഞാനത് ശരിക്കും അറ്റൻഡ് ചെയ്തിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ചൊരു ഏജൊക്കെ ആകുമ്പോൾ കാലുമിലൊക്കെ ഇങ്ങനെ കലകൾ റെഡ് കളർ ഉണ്ടാകുന്നതിനെ പറ്റി എടുത്തിരുന്നു ഒരു ദിവസം. അപ്പൊ മഞ്ഞൾ, സാറ് ഞാൻ തോന്നുന്നുണ്ട് മഞ്ഞൾ തേച്ചാലൊക്കെ, സാറാണോ പറഞ്ഞതെന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പൊ ഞാൻ മഞ്ഞൾ തേച്ചപ്പോ എനിക്കത് മാറിയിട്ട്, അപ്പൊ അതുകൊണ്ടൊരു പ്രശ്നമില്ല. അപ്പൊ അറ്റൻഡ് ചെയ്തിട്ട് നമ്മളത് ഉള്ളിലേക്ക് എടുക്കുക. പിന്നെ റിറ്റൻഷൻ, അറ്റൻഡ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിൻ ചെയ്താലേ അതുകൊണ്ടൊരു ബലമുള്ളൂ. ക്ലാസ്സിൽ ഇപ്പൊ കുട്ടി നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് അതേ ദിവസം തന്നെ, അധിക സമയമൊന്നും നമ്മുടെ ഉള്ളിൽ ആ ഓർമ്മ ശരിക്കും പഠിച്ചാൽ അതൊരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അന്ന് തന്നെ പോയിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. ഇപ്പൊ സാബു സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്താല് ബുക്കിന്റെ ഒരു പേപ്പറിൽ കാണുന്ന നോട്ട്സും മറ്റേ ഭാഗത്ത് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ എഴുതി വെച്ചാൽ നമുക്ക് പിന്നെ അതൊരു ട്രെയിനിങ്ങിനൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്നോട് വേറെ ആരോ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, U3 എന്ന് തോമസ് സാറ് പറഞ്ഞത്. സാറ് ഇവിടുന്ന് എഴുതിയൊക്കെ പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ചരിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള, അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണം. അറ്റൻഡ് ചെയ്ത് വന്നാൽ റീറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിലുള്ള ഒരു ഒബ്സർവേഷൻ നമുക്ക് ലേൺ ചെയ്യാനും ബിഹേവിയർ
ചേഞ്ച് ചെയ്യാനും പറ്റുകയുള്ളൂ. പിന്നെ മോട്ടോർ റീപ്രൊഡക്ഷൻ നമ്മൾ അറ്റൻഡ് ചെയ്തു, നമ്മൾ റീറ്റെയിൻ ചെയ്തു, പിന്നെ അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണ്ടായി. ഇപ്പൊ സാർ എടുത്ത കാര്യങ്ങൾ ഇപ്പൊ പല ക്ലാസ്സും നമ്മൾ അറ്റൻഡ് ചെയ്യും. അതിന്ന് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് കോപ്പി അടിക്കാന്നല്ല, നമ്മൾ ഉൾക്കൊണ്ടും കൊണ്ട് നമുക്കത് പറയാനും പറ്റും. അപ്പോൾ ലൈല ഒരു ക്ലാസ് എടുത്തിരുന്നു. അതിൽ ലൈല പറയുന്ന ഒരു കുട്ടി വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ല ഫുൾ മാർക്ക് കിട്ടിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഓടി വരിക. അപ്പൊ അമ്മ ദോശ ചുടുക. ദോശ ചുടുമ്പോ അമ്മ വിചാരിച്ചു ഇത് ഇപ്പൊ കരിഞ്ഞു പോകും, ദോശ ഒക്കെ വെന്ത് കഴിഞ്ഞിട്ട് കുട്ടിയുടെ അടുത്തേക്ക് പോവാൻ. അപ്പൊ അമ്മ വന്ന് നോക്കുമ്പോ എന്ത്, കുട്ടി എവിടെയോ പോയി. കുട്ടിക്ക് തോന്നി അമ്മ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അവിടെ ഒരു റീഇൻഫോഴ്സ്മെന്റ് നടന്നിട്ടില്ല. ശരിക്കും ആ അമ്മ സ്റ്റവ് ഓഫ് ആക്കിക്കോട്ടെ, ദോശ നമുക്ക് പിന്നെയും ചുടാം, ദോശയല്ലല്ലോ കാര്യം, നമ്മളെ കുട്ടികളെ ബിഹേവിയർ ചേഞ്ച് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ആ കുട്ടിയിൽ ഒരു സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യലാണ്. നമ്മൾ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കുറെ വായിച്ച്, പക്ഷെ അത് നമ്മളെ ജീവിതത്തിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ കഴിയണം. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ട. ഓരോരുത്തർ കുട്ടി ശരിക്കും അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ അതങ്ങ് മറന്നു പോകുന്നുണ്ട്. ശരിക്കും അതേപോലെ ഇപ്പൊ കുട്ടിയെ അച്ഛനും അമ്മയെല്ലാം കൂടി ഇരിക്കുകയാണെങ്കിൽ കുട്ടി ഇപ്പൊ നല്ലൊരു കാര്യം ചെയ്യുമ്പോ ആ കുട്ടിയെ നീ ചെയ്തു, നീ നന്നായിട്ട് ചെയ്തു, നിനക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന പറയുമ്പോ ആ കുട്ടിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവും. മൈൻഡ് ചെയ്തില്ല, മാർക്ക് കിട്ടിയാലെന്ത് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു ചിന്തയായിപ്പോ. അപ്പൊ പഠിച്ചു കഴിഞ്ഞ കാര്യം നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. ഇനിയിപ്പോ നമ്മളെ ജീവിതത്തിലായാലും അതേപോലെ ക്ലാസ് അവയർനെസ് കൊടുക്കാനും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതാണ് മോട്ടോർ റീപ്രൊഡക്ഷൻ. പിന്നെ മോട്ടിവേഷൻ. നമുക്ക് സെൽഫ് മോട്ടിവേഷനും വേണം, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലാതെ ലേണിംഗ് കൊണ്ട് എനിക്ക് ഒരുപാട് നോളജ് ഉണ്ട്, ഞാൻ ഒരു 100 പുസ്തകം വായിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഞാൻ പിന്നെയും ഇതേപോലെ തന്നെ നടക്കുകയാണെങ്കിൽ പിന്നെ ആ ലേണിംഗ് കൊണ്ട് ഉപകാരം ഉണ്ടോ? അപ്പൊ നമ്മൾ ഒരു കുട്ടി നല്ല സ്വഭാവമൊക്കെ കാണിച്ച് നല്ല രീതിയിലൊക്കെ വളർന്നു വരുമ്പോ ആ കുട്ടീനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ മറ്റുള്ള കുട്ടികൾക്ക് പോലും ആ മാതൃകയായിട്ട് കമ്പയർ ചെയ്യല്ല, അത് കാണിച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ടിവിയിലൊക്കെ പലതരത്തിലുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട്. ആ പരസ്യങ്ങളിൽ ചിലപ്പോ കുട്ടികൾക്ക് നല്ലതാന്ന് തോന്നിയാൽ നമുക്ക് കുട്ടികളെ ഇരുന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെല്ലാരും പേരൻസ് എല്ലാം കൂടി ഇരുന്ന് നല്ല കാര്യങ്ങൾ കുട്ടിയെ കാണിച്ചു കൊടുക്കും. കുട്ടി തീർച്ചയായും അതില് മോട്ടിവേറ്റ് ചെയ്യും. അല്ലാതെ കുട്ടികൾക്ക് ഫോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പലപ്പോഴും കുട്ടികൾ ഇഷ്ടം പോലെ ആയിരിക്കും കുട്ടികൾ ചെയ്യുക. അപ്പോ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സൈക്യാട്രിസ്റ്റ് ഹെഡ് രാധാകൃഷ്ണ സാറ് പറയാ, സാറിന്റെ മകൾ ഇങ്ങനെ എപ്പോഴും മൊബൈൽ ഫോൺ കളിക്കായിരുന്നു പോലും. അപ്പൊ സാറിന്റെ വൈഫും കൂടി സംസാരിക്കും, ഇവള് മൊബൈൽ ഫോണിലായിരിക്കും. സാർ എന്ത് പണി ചെയ്തു, അടുത്ത ദിവസം കുറച്ച് കളിക്കൊടുക്കുകയും പിന്നെ ഡ്രോയിങ് ചെയ്യുന്ന ബുക്കൊക്കെ വാങ്ങി സാർ ഇങ്ങനെ വരയ്ക്കുക. ഈ കുട്ടി ഫോണിൽ കളിക്കുമ്പോൾ സാർ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി, പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സാറിന്റെ വൈഫ് ഇങ്ങനെ എൻകറേജ് ചെയ്യാൻ തുടങ്ങി, നല്ല ഭംഗിയുണ്ട്, അങ്ങനെ എൻകറേജ് ചെയ്തത്. പിന്നെ കുട്ടി ഫോൺ അങ്ങോട്ട് വെച്ചിട്ട് കുട്ടി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നീ മദ്യപിക്കരുത്, നീ പിന്നെ ഫോൺ ഉപയോഗിക്കരുത്, ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കാരും കുട്ടികൾക്കാണല്ലോ കൂടുതലും. അപ്പൊ അത് ശരിക്കും അവരത് ചെയ്യാൻ സാധ്യതയില്ല. അപ്പൊ അച്ഛൻ സുഖമായിട്ട് കുട്ടിയെ എപ്പോഴും പറയാം, നീ അഗ്രസീവ് ബിഹേവിയർ കാണിക്കരുത്, നീ ഇങ്ങനെ ആവരുത് എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അടിക്കുകയൊക്കെ ചെയ്യാം. അതേ സമയത്ത് അച്ഛനും അമ്മയും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ വിചാരിക്കാം, അവരെപ്പോഴും സ്റ്റണ്ടാണ്. അപ്പൊ കുട്ടി സ്കൂളിലൊക്കെ പോയിട്ട് അഗ്രസീവ് ബിഹേവിയർ കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു അച്ഛൻ ടീച്ചേഴ്സിനോട് പറയാം, നിങ്ങളെ സ്കൂളിൽ വന്നിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ അഗ്രസീവ് ബിഹേവിയർ ആയത്. ശരിക്കും അതല്ല, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മളെ ഉപദേശങ്ങളൊന്നും അല്ല. ഉപദേശങ്ങൾക്ക് ഒരു 5 പൈസേന്റെ വിലയില്ല. നമ്മൾ എന്താണോ കാണുന്നത്. ഇപ്പൊ കുട്ടികളെ മുമ്പിൽ വെച്ച് നമ്മൾക്ക് വായിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, പാടുകയാണെങ്കിൽ പാടുന്നുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേ സമയത്ത് നമ്മൾ അടുത്ത വീട്ടിലുള്ളവരെ കുറ്റം പറയുകയോ, പൊതുവെ മനുഷ്യർക്ക് കഥ എഴുതാൻ ഒരുപാട് താല്പര്യ. അപ്പൊ ഞാൻ ഇപ്പൊ നടന്നു പോകുമ്പോ സ്ഥിരമായി സമയം തീരാറായോ സാറേ? സമയം എത്രയായി? ഇല്ല തീർന്നില്ല, 35 അപ്പൊ ഞാൻ ഇപ്പൊ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാള്, എന്നോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന ഒരാള് ഒരു ദിവസം നല്ല രീതിയിലൊന്ന് അവരെന്നോടൊന്ന് വേണമെങ്കിൽ എടുത്തോന്നുള്ള രീതിയിൽ ചിരിച്ചു പോയി. അപ്പൊ ഞാൻ കഥയത് എന്നോട് അവർക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്,
സത്യത്തിൽ അതൊന്നും ആയിരിക്കില്ല. അവരെന്തോ വേദനയും കൊണ്ട് പോവായിരിക്കും. ചിലപ്പോ മക്കള് മാർക്ക് കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ അസുഖം വന്നിട്ടോ അല്ലെ സാമ്പത്തിക വിഷമോ ഞാനുമായിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ടായിരിക്കില്ല അവർ അത്രത്തോളം ചിരിക്കാത്തത്. അപ്പൊ അങ്ങനെയുള്ള കഥ നമ്മൾ എഴുതാൻ തുടങ്ങിയ നമ്മളെ മക്കളും കഥ എഴുത്തുകാരായി. ചിലർ അന്യന്മാരെ കൊണ്ട് കഥ എഴുതും. ഇപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ അടുത്ത വീട്ടിലൊന്നും പോയി അങ്ങനെ ഇരുന്ന് കുറെ സംസാരിച്ചൊന്നും ശീലം ഉണ്ടാവില്ല. അപ്പൊ അതൊരു ഇഷ്ടമില്ലായിട്ടാണ് ചിലർ മറ്റുള്ളവരെ പറ്റി കഥ എഴുതും. അപ്പൊ ഇതൊക്കെ കുട്ടികൾ വീട്ടിൽ നിന്ന് നമ്മുടെ പേരൻസ് എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുട്ടികളും കോപ്പി ചെയ്യുക. പിന്നെ ടീച്ചേഴ്സ്, അയൽപക്കത്തുള്ളവര്. അപ്പൊ നല്ല ബിഹേവിയർ ആണ് കുട്ടികൾ കാണുന്നതെങ്കിൽ അവർക്ക് അതിലൊരു മോട്ടിവേഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മള് ചില ആൾക്കാർ വളരെ പണക്കാരായിട്ടൊക്കെ ജീവിക്കുന്നുണ്ടാവും. എല്ലാ പണക്കാരും തെറ്റുകാരല്ല, പക്ഷെ സമ്പന്നരിൽ കുറച്ചു പേരെങ്കിലും അഴിമതി കൂടിയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ കുട്ടിക്കും തോന്നും എന്തിനാ ഇപ്പൊ ഇങ്ങനെ പഠിക്കുന്ന, ചിലരിങ്ങനെ പറയുന്നൊക്കെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ, അങ്ങനെയുള്ള ഇതൊക്കെ കുട്ടിക്കും കുറുക്ക് വഴി കൂടെ അങ്ങനെയൊക്കെയാണ് കുറെ മയക്കുമരുന്നിലും ഒക്കെ കുട്ടികൾ പോയി പോകുന്നത്. അങ്ങനെ എളുപ്പത്തില് ചെറിയ മറ്റേ ഇത്രയും കൊല്ലം പഠിച്ച് PSC എഴുതിയിട്ടൊക്കെ ജോലി കിട്ടിയിട്ട് ഇപ്പൊ എപ്പോഴാ കിട്ടുക? അതില് എളുപ്പം അതല്ലേ, വണ്ടി കുത്തിപ്പൊളിക്കുന്നത് കേൾക്കുന്നു, അങ്ങനെയുള്ള ഓരോന്നും. പിന്നെ പത്രത്തിൽ ഇതൊക്കെയല്ലേ കേൾക്കുന്നത്. പിന്നെ സിനിമയിലൊക്കെ പല പല വിദ്യകളിൽ കൊടുക്ക വീട് പൊട്ടിപ്പൊളിക്കുന്നത്, ആളുകളെ പറ്റിക്കുന്നതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കും തോന്നും ഈ മോശമായത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാനും അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതിൽ ഏർപ്പെടുമ്പോൾ കുട്ടികൾ അങ്ങനെ തന്നെ ആയിപ്പോകുന്നത്. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, സോഷ്യൽ മീഡിയ ഒക്കെ അത് ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത് നമ്മൾ അരുത് എന്ന് പറയുന്നതിനേക്കാൾ കുട്ടികളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ കുട്ടികൾ നന്നാവുകയൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മള് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾ വന്നാലും അവരെ ക്ലാസ്സിൽ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെന്ന് ചേർത്ത് പിടിച്ച് സ്കൂളത്തെ കാര്യമൊക്കെ ചോദിച്ച് നിന്റെ ഫ്രണ്ട് എന്തായി, അവരെന്ത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്ക് തോന്നും ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ടെന്ന്. പിന്നെ കുട്ടിക്ക് രഹസ്യങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാ കാര്യവും കുട്ടി പറയാൻ തുടങ്ങും. അല്ലാതെ കുട്ടികളെ മൈൻഡ് ചെയ്യാൻ ചിലപ്പോ അച്ഛന്മാരുണ്ടാവും ഫോൺ നോക്കുന്ന, അല്ലെ അമ്മ ഉണ്ടാവും ഫോൺ നോക്കുന്ന, അങ്ങനെയാകുമ്പോൾ കുട്ടിക്ക് എന്നെ ആരും മൈൻഡ് ചെയ്യാനാ. ലൈല ഒരു ക്ലാസ് പറയാം, കുട്ടികളോട് ടീച്ചർ ചോദിച്ചു നിങ്ങൾക്ക് ആരാവണം? ചിലര് ഡോക്ടർ ആവണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, എഞ്ചിനീയർ ആവണം, പ്രൈം മിനിസ്റ്റർ ആവണം, IAS. ഒരു കുട്ടി പറഞ്ഞു എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതി. അപ്പൊ ചോദിച്ചു മൊബൈൽ ഫോൺ, നീ ശരിക്കും കേട്ടില്ലേ ചോദ്യം? എനിക്ക് മൊബൈൽ ഫോൺ ആയാൽ മതി. അതെന്താ വിശക്കുമ്പോ വേഗം ഭക്ഷണം തരും, അമ്മ വേഗം ചാർജ് ചെയ്യും, എപ്പോഴും അമ്മ അതെടുത്ത് കൊണ്ട് നടക്കും, അച്ഛൻ എടുത്തുകൊണ്ട് നടക്കും, എന്നെ ഒന്നും അത്ര ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഞങ്ങളൊന്നും വലിയ കാര്യമില്ല, കുട്ടികൾ വഴിതെറ്റുന്നതിന് നമ്മൾ എന്തിനാ പറയുന്നത്. അപ്പൊ വീടാണ് നമ്മുടെ ഏറ്റവും വലിയ സർവകലാശാല. നമ്മളുടെ പെരുമാറ്റം അച്ഛനും അമ്മയും സ്നേഹത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അംഗീകരിക്കുകയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരേപോലെ കാണുകയൊക്കെ ചെയ്താൽ കുട്ടികളും അത് മനസ്സിലാക്കും. പിന്നെ കുട്ടികളെ അറിവും മഹാന്മാരെ ജീവിത കഥകളൊക്കെ പറഞ്ഞു കൊടുത്തും നല്ല സിനിമ കാണിച്ചും കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം കൊടുത്തും ഒക്കെ വളർത്തുകയാണെങ്കിൽ കുട്ടികൾ നന്നാവും. ഇപ്പൊ കളി എന്ന് പറഞ്ഞാലും മോശമല്ലല്ലോ, കുട്ടികൾ കളിക്കണ്ടേ, കളിയിൽ നിന്നല്ലേ കുട്ടികളുടെ ഡിസിപ്ലിൻ ഒക്കെ പഠിക്കുന്നത്. അപ്പൊ കുട്ടികൾ എപ്പോഴും ഞങ്ങൾ പറയുന്നു നിങ്ങൾ കേൾക്കുക എന്നുള്ള ആ രീതി ശരിക്കും മാറ്റേണ്ടതാണ്. കുട്ടിയല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പെരുമാറാറുണ്ട്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല, മൊത്തത്തില് അങ്ങനെയുണ്ട്. ഇപ്പൊ കുട്ടി വലിയവര് പറയുന്നതിന്റെ അടുത്തേക്ക് വന്നപ്പോ നീ പൊയ്ക്കോ, നീ കുട്ടിയല്ലേ, നീ കേൾക്കണ്ട. അപ്പൊ കുട്ടിക്ക് തോന്നും ഞാൻ എന്തോ ഒരു ചെറിയൊരു സംഗതിയാണ്. കുട്ടികളെ മുമ്പിൽ വെച്ച് നമ്മൾ വേണ്ടാത്ത ഒരിക്കലും പറയണ്ട. പ്രത്യേകിച്ചും കുട്ടികളെ മുമ്പിൽ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തെ കുട്ടിയൊക്കെ പറഞ്ഞാൽ കുട്ടി അത് തന്നെയാ കാണുക. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയുകയും വേണം, കുട്ടികൾ കേൾക്കാനും പാടില്ല എന്നാണ്. അത് ശരിയാവോ? പിന്നെ കുട്ടികള് കുറച്ച് കുട്ടികളൊക്കെ കുറച്ച് വലുതായിട്ട് ചെറിയ കുട്ടികളെ കൂടെ കളിക്കാൻ ഇതേ കുട്ടീനോട് പറയും നീ കുട്ടിയല്ലേ പൊയ്ക്കോ എന്ന് പറഞ്ഞ അതേ കുട്ടി തന്നെ കുറച്ച് വലുതായിട്ട് വലിയ കുട്ടികളെ കൂടെ കളിക്കാൻ പറയെന്താ, നീ എന്താ കുട്ടികളെ പോലെ. ഒരേ കുട്ടീനോടാ പറയുന്നത്. കാരണം എന്ത് ചെയ്താലും നമ്മൾ അതുകളെ നെഗറ്റീവാണ്. അപ്പൊ കുട്ടികളെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ ഇപ്പൊ എന്തെങ്കിലും വലിയ സാധനം തന്നെ വാങ്ങുകയാണെങ്കിൽ കുട്ടികളോട് അഭിപ്രായം ചോദിക്കുക. ആ അഭിപ്രായം നമ്മൾ സ്വീകരിക്കണം എന്നില്ല, കുട്ടിയോട് പറയുന്നതൊക്കെയാണ് ഗുണം എന്നതാണ് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി. അല്ലാതെ നീ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരാഗ്രഹം ഉള്ളതാണ്. അപ്പൊ നമ്മൾ കുട്ടികൾ നന്നാണ് നമ്മൾ ആഗ്രഹിക്കുകയും കുട്ടികളെ മേൽ കുറെ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും വേണ്ടതുപോലെ വളരില്ല. അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ അംഗീകരിക്കണം. എല്ലാ ആഗ്രഹം അല്ല,
അതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് കുട്ടിക്ക് നമുക്ക് വിശദീകരിച്ചു കൊടുക്കാം. നീ തന്നെ ചിന്തിച്ചു നോക്ക്, ഇതാണോ നല്ലത്, കുട്ടിയോട് തന്നെ ചോദിക്കാം. 2 കാര്യം പറ. ഈ ടിവിക്ക് 1 ലക്ഷം ഉണ്ട്, ഇതിന് 50,000 ഉള്ളൂ, നിന്റെ അച്ഛന്റെ കയ്യിൽ ഇത്രേ പൈസ ഉള്ളൂ, അപ്പൊ ഞാൻ കടം വാങ്ങണോ? കടം വാങ്ങിയാൽ ചിലപ്പോ നിനക്ക് എന്റെ ഫുഡിലൊക്കെ കുറച്ച് കുറയും, നിനക്ക് ഐസ്ക്രീം ഒന്നും വാങ്ങിത്തരാൻ പൈസ ഉണ്ടാവില്ല, ഏതാ വേണ്ടത് കുട്ടി തന്നെ പറയും. അപ്പൊ അങ്ങനെ ഒരു അംഗീകാരം കുട്ടിക്ക് കൊടുത്താൽ ആ എന്നെ അംഗീകരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുട്ടിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാകും. കുറെയൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നത് പോലെയാണ്. പിന്നെ അതേപോലെ ടീച്ചേഴ്സ് വല്ലാതെ ഇപ്പൊക്കെ കുറെയൊക്കെ മാറി, പഠിക്കുന്ന കുട്ടികളാ ഇവൻ പഠിക്കുന്നവൻ, ഇവൻ മടിയൻ എന്നൊന്നും പറഞ്ഞ് അങ്ങനെ വിഭജിക്കാത്തതാണ് നല്ലത്. കുട്ടികളോട് എല്ലാവരോടും പറയാം, ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ അല്ലേ, അംഗീകരിച്ചു കൊടുക്കുക. ചില കുട്ടിയെ ഓടാൻ എടുക്കണ്ട, ചില കുട്ടിയെ പാടാണ്ടാം, ചിലർക്ക് കുക്കിങ്ങിലുണ്ടാവും. അപ്പൊ എല്ലാ കഴിവിനെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ച് കൊടുത്താല് കുട്ടികൾ വളരെ നല്ല രീതിയിൽ നല്ല പൗരന്മാരാകും. അപ്പൊ അതുകൊണ്ടാണ് ഒബ്സർവേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? സോഷ്യൽ രീതിയിൽ കുട്ടികൾ എടുക്കുന്ന രീതി, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ, റീപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ. അപ്പൊ നമ്മള് കുട്ടികളെ മനസ്സിലാക്കുക. കുട്ടികൾ നമ്മളെല്ലാം വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല കുട്ടികള് പിന്നെ അവരെ നമ്മൾ ഇത്രത്തോളം ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ കുട്ടികള് പിന്നെ ഒബ്സർവ് ചെയ്യുന്ന മനസ്സിലാക്കുക. അവർക്ക് അറ്റൻഷന് വേണ്ടിയിട്ടുള്ള, അറ്റൻഷൻ വേണമെങ്കിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാവാനും പാടില്ല. അപ്പൊ അറ്റൻഡ് ചെയ്യുക, ശീലിപ്പിക്കുക, ആ കുട്ടികളെ റീറ്റെയിൻ ചെയ്യും, മോട്ടോർ റീപ്രൊഡക്ഷൻ നടക്കും. നമ്മൾക്കും അങ്ങനെ തന്നെ, കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ അതേപോലെ അപ്പൊ നമ്മള് എന്റെ വീട് ഞാൻ വളരെ വൃത്തിയായിട്ട് തുടച്ചിട്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ നല്ല വില കൂടിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് എന്റെ കയ്യിലുണ്ട്. പക്ഷെ കേക്കിന് ഒരു കവറുണ്ട്, അത് താഴെ വീണാൽ അതിനൊന്നും പറ്റില്ല. ഞാനൊരു ചെറിയ കുട്ടീന്റെ മുമ്പ് ആ കേക്ക് എടുത്ത് ഞാൻ കഴിച്ചാൽ എന്ത് സംഭവിക്കും? കഴിക്കുക, കുട്ടിക്ക് കൊടുക്കുകയൊക്കെ ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നീട് വൃത്തിയില്ലാത്ത സ്ഥലത്ത് വീണാലും കുട്ടി അതെടുത്ത് കഴിക്കും. നമ്മളിൽ നിന്നാണ്, അതെ, നമ്മളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗരൂകരാ. ആദ്യമൊക്കെ കുട്ടി വലുതായി പോയി, ചെറിയ മക്കളുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മറ്റു കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാലോ, അവയർനെസ്സും കൊടുക്കാലോ. അപ്പൊ ഇത്രയും നേരം ശ്രദ്ധിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സർ ഫോർ യുവർ കോപ്പറേഷൻ. താങ്ക് യു ആൾ. ഓവർ ടു സാബു സർ. താങ്ക് യു മാം. താങ്ക് യു. വളരെ വളരെ മനോഹരം. സോഷ്യൽ ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് ആണ് മാം പറഞ്ഞത്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് അവർ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ പോലും ശ്രദ്ധിക്കാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കൃത്യമായിട്ട് എടുത്ത് അവരുടെ ലൈഫിലേക്ക് അത് ചേർത്ത് വയ്ക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ അറിയാതെ തന്നെ ഒരു സോഷ്യൽ ലേണിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിശേഷം. അതുപോലെ മോട്ടിവേഷൻ, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടിവേഷന്റെ ഒരു കുറവ് ഇന്നത്തെ കുടുംബങ്ങളിൽ പൊതുവെ കാണുന്നുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ആ ചർച്ചക്കുറവ് പലപ്പോഴും മോട്ടിവേഷന്റെ തലത്തിൽ ഉണ്ടാകുന്ന കുഴപ്പമാണ്. പക്ഷെ മറ്റെവിടെന്നെങ്കിലുമൊക്കെ അവർക്ക് ആ മോട്ടിവേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യും. സോ താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും ഒരു ഡിസ്കഷനിലേക്ക് പോകാം. ഉലഹന്നൻ സർ, അൺമ്യൂട്ട്. ഷിത മാം, ഒരു 3 മിനിറ്റ് വൈകിയാണ് ഞാൻ കയറിയത്. പക്ഷേ എങ്കിലും ഒന്നും വിട്ടുപോയില്ല എന്ന് എനിക്ക് ബോധ്യമായി. മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാതാപിതാക്കള് പല സ്ഥലത്തുനിന്ന് കേൾക്കുകയും ഒരു ചെവിയിലൂടെ അതങ്ങ് എടുത്ത് മറ്റേ ചെവിയിലൂടെ വിട്ട് ഞാനായി തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. സോഷ്യൽ ലേണിംഗ് എന്നുള്ളതൊരു വലിയ 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 പ്രശ്നമാണ്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, എൻ്റെ വീട്ടിൽ 4, ഇപ്പൊ ഒരു കൊച്ചും കൂടി ഉണ്ട്, 5 പേരക്കുട്ടികളുണ്ട്. മൂത്ത ആൾക്ക് 7 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 5 വയസ്സ്, 2 6 മാസം. ഞാനിത് എടുത്ത് പറയാനുള്ള കാരണം, ഈ രണ്ടാമത്തെ മോന്റെ മൂത്ത കുട്ടിക്ക് 7 വയസ്സായി. അവൻ സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോൾ ചില വാക്കുകൾ ഒക്കെ പഠിച്ചുകൊണ്ട് വരും. അവന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന വാക്കാണ്. ഒന്നാമത്തത് പോടാ പട്ടി. അവന്റെ അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ
ഈ പോട പ എന്നുള്ളത് പിന്നെ വിഴുങ്ങും. അവിടെ ആരുമില്ലെങ്കിൽ ഇത് പറയുന്നത് ആരോടാണെന്നറിയോ? ഇവന്റെ അച്ഛന്റെ ജ്യേഷ്ഠന്റെ മോൻ അവിടെ കളിക്കാൻ വരും. ഇവനേക്കാൾ 2 വയസ്സ് കൂടുതലാണ്. അവന്റെ മുഖത്ത് നോക്കിയാ ഈ പറയുന്നത്. അവൻ ചിരിച്ചോണ്ട് ഒന്നും മറുപടി പറയില്ല, ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ പോലും. ഞാൻ പറയാൻ വന്നത്, ഈ സോഷ്യൽ ലേണിങ്ങിന്റെ ഒരു ഔട്ട്പുട്ടാണ് എൻ്റെ മുൻപിൽ കാണുന്നത്. ഇപ്പോ അവന് ഈ പോപ എന്ന് പറയുന്ന ആ കുട്ടി പതുക്കെ അതൊന്ന് നിർത്തി വരും. ശരിയല്ല എന്നുള്ളൊരു തോന്നലും പറഞ്ഞു കൊടുക്കലും ഒക്കെ തലോടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവനത് പതുക്കെ നിർത്തിയെങ്കിലും അവന്റെ അനുജത്തി 2.5 വയസ്സുകാരിയാണ്. അവൾ ഇവനോടാണ് വഴക്കുണ്ടാക്കുമ്പോൾ ഇതേ ഭാഷ പറയുന്നു. ഒരു ദിവസം ഞാൻ കേട്ടപ്പോ ഞാൻ ചോദിച്ചു, മുളു എന്താ ഇപ്പൊ പറയും? പട്ടി എന്നോടാണ് പറയുന്നത്. കാരണം അവിടെ അവർക്ക് റെക്കഗ്നിഷൻ, അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. സോഷ്യലി എന്താണോ കേട്ടത് അത് വലിയ കുഴപ്പമില്ലല്ലോ, അത് പറഞ്ഞ് കേൾക്കുന്ന ആള് മിണ്ടുന്നില്ലല്ലോ, ഒരു അതോറിറ്റി ഈ വാക്കുകളിൽ അവർ കൽപ്പിക്കുകയാണ്. അപ്പൊ മാം പറഞ്ഞ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ പാരൻസ് റോൾ മോഡൽ ആവണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഒരു ചെവി കൊണ്ട് കേൾക്കുകയും മറ്റു ചെവിയിലൂടെ പുറത്തു വിടുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ട്. അപ്പൊ ഈ സോഷ്യൽ ലേണിങ്ങിന്റെ കാര്യത്തിൽ പാരൻസ് വളരെ അവെയർ ആയിരിക്കണം. അവരുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് പോലും നമ്മുടെ കുട്ടിക്ക് അബദ്ധം ഉണ്ടാക്കാനായിട്ട് കഴിയും. ഈ TV-യിൽ പലപ്പോഴും അക്രമാസക്തമായ സിനിമകൾ വരുമ്പോൾ ഞാൻ മക്കളോട് പറയും, മക്കളെ ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ എന്നോട് അതിലെ ഏറ്റവും മൂത്ത കുട്ടി പറയാണ്, ഇത് എന്ത് രസമാണ് ഇത് കാണാൻ, ഒറ്റ ഇടി. വിജയുടെ ഫാനാണത്, അറിയാലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഇതെല്ലാം നമ്മൾ മാസ്റ്റർ ചെയ്യണം. നമ്മുടെ കുട്ടികൾ ഇത് മാസ്റ്റർ ചെയ്യും. എവിടെയെങ്കിലും ഒരു സൗകര്യം കിട്ടിയാൽ അവൻ അത് പ്രയോഗിക്കും. മാം ആദ്യം പറഞ്ഞ് വെട്ടി നുറുക്കി അത് വെന്തു കുടിച്ചു കഴിഞ്ഞാൽ ഇവൻ ആരോ ആകുമെന്നുള്ള ധാരണ പുറത്തുനിന്ന് കിട്ടിയതാണ്. അവനത് പ്രയോഗിച്ചു നോക്കിയതാണ്. നമ്മുടെ മക്കൾക്ക് പ്രയോഗിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാവാം. എന്തായാലും ശരിക്കും പറഞ്ഞാൽ മാം ഒരു ലെസനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ തന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ നല്ല ഇരുത്തി ചിന്തിപ്പിക്കാൻ പറ്റിയൊരു ക്ലാസ് ആയിരുന്നു ശ്വേത മാമിന്റെ. നന്ദി, ഒത്തിരി നന്ദി. താങ്ക് യു സർ. റോയ് സർ. മാഡം സോഷ്യൽ ലേണിങ്ങിൽ ഒബ്സർവേഷൻ ലേണിങ്ങിൻ്റെ പ്രാധാന്യത്തെ വളരെയധികം നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് ഉള്ള എക്സാമ്പിൾസും എല്ലാം കോട്ട് ചെയ്ത് വളരെ നന്നായിരുന്നു. അതായത് ഈ പോസിറ്റീവ് പണിഷ്മെൻറ്റും അതുപോലെ തന്നെ നെഗറ്റീവ് പണിഷ്മെൻറ്റും അതുപോലുള്ള ഒബ്സർവേഷനും ഒക്കെ വളരെ, അതായത് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളതായ ഈ ബോബോഡോൾ എക്സ്പീരിയൻസും എല്ലാം മാഡം ടച്ച് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാഡം കോൺട്രിബ്യൂട്ട് ചെയ്ത ഇതുണ്ടല്ലോ, അറ്റൻഷൻ, റീറ്റൻഷൻ, മോട്ടോർ റിപ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ, ഈ 3 സ്റ്റെപ്പുകളും ഒക്കെ വളരെ ഭംഗിയായി എക്സാമ്പിൾ സഹിതം മാഡം ആവർത്തിച്ചു. പക്ഷേ ഈ ഒബ്സർവേഷനൊക്കെ ശരിയാണ്, പിള്ളേരെ അതുപോലെ ഇൻവോൾവ് ചെയ്യിക്കണം എന്ന് പറയുന്നതൊക്കെ കറക്റ്റ് ആണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലായി ഇൻവോൾവ് ചെയ്യിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും. 1. 2, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ അനുവദിക്കുകയില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു, എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ മദറിൻ്റെ അനിയത്തിയുടെ കൂടെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ആദ്യമായി ഒരു അബ്യൂസ്ഡ് പേര് ഇത് കേട്ടു, മാകൂട്ടിയുള്ളൊരു സാധനം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു. ഞാനത് മറന്നു പോവാതിരിക്കാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ എൻ്റെ മദറിൻ്റെ അനിയത്തി എന്ന് പറയുമ്പോഴും വലിയ ഡിഫറൻസ് ഇല്ല. ആ പുള്ളിക്കാരത്തി വീട്ടിൽ ചെന്നേച്ച് പറഞ്ഞു, ഇവൻ അനാവശ്യമായ വാക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥം അറിയാൻ മേല. അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ അവനെ അങ്ങനെ വഴക്ക് പറയണം, അവൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ മോനെ എങ്ങനെയാണ് കേട്ടേ എന്ന് എൻ്റെ വലിയൊന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ഇങ്ങനെ 2 പേരും കൂടി വഴക്കൂടി പറഞ്ഞതാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത്. അപ്പോൾ അത് വഴക്കൂടുമ്പോൾ പറയുന്ന ഒരു കാര്യമാണെങ്കിലും അത് നമുക്ക്
ചേരുന്നതല്ല. അത് കണ്ട അങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മുടെയൊക്കെ ഒരു സ്റ്റാറ്റസ് അനുസരിച്ച് ഈ വാക്കുകളൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എനിക്ക് വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. ഞാൻ അന്നത്തെ കാലത്താണ് പറയുന്നത്. ഇപ്പോൾ ഉള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പിള്ളേരെ ഒക്കെ പറയുമെങ്കിലും പിള്ളേരെ ഒളിക്കുന്ന എന്താണ്, സ്റ്റാറ്റസ് സിമ്പിൾ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കും പിള്ളേരിൽ. അത് അവൻ അവിടെ ചെന്ന് പറഞ്ഞാലോ, നമ്മുടെ ഒരു സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. പുറത്താരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് പോവുക. അത് മേടിക്കാൻ കാശില്ല മോനെ, അത് നമുക്ക് കാശില്ല, അപ്പോൾ ഉണ്ടാകുമ്പോൾ മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് ഞാൻ മേടിക്കാൻ എന്നാന്നറിയാവോ, എൻ്റെ അപ്പൻ്റെ കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ഒരു സ്റ്റാറ്റസിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഈ വക കാര്യങ്ങൾ പിള്ളേരോട് പറയുമ്പോഴത് ആ രീതിയിൽ ഒളിക്കാനും ആ വക ഇതിന് നിയന്ത്രണവും വരുമ്പോഴത്തേക്കും അത് കൂടുതൽ അവരുടെ ഒരു സ്വഭാവ വ്യത്യാസം ഉണ്ടാക്കാൻ സഹകരിക്കും. ഇത് അതുപോലെ തന്നെ ആ ഒരു ഇതുകൊണ്ട് ഏതായാലും ഈ കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടി ഷെയർ ചെയ്യായിരുന്നു മാഡം പറഞ്ഞപ്പോൾ. ഏതായാലും ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനും അത് ശ്രദ്ധിക്കാനുമുള്ളതായ ഗൈഡ് ലൈൻസ് ഇത് പ്രസൻറ്റ് ചെയ്തു. വളരെ നല്ല ഒരു പ്രസൻറ്റേഷനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ കരുതുന്നു. അനുമോദനം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. തീർച്ചയായിട്ടും അത് തന്നെ, നമ്മൾ സ്ട്രെസ് ചെയ്ത കുട്ടികൾക്ക് അതിന് മനസ്സിലാവും എന്തോ അതിൻ്റെ അകത്ത് ഉണ്ട്, എന്തോ അല്ലെ പ്രയോജനകരമായ എന്തോ സംഗതിയാണിത്, നമ്മളെ വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി പിന്നെ അവരത് ഉപയോഗിച്ചുകൊണ്ടേ നടക്കും. മൈൻഡ് ചെയ്യാതിരുന്നാൽ കുറച്ച് മാറും. ജോർജ് സാറേ. ജോർജ് സാർ. താങ്ക് യു സർ. താങ്ക് യു. ഹായ് ഷീത മാം, കൺഗ്രാജുലേഷൻ. പറയാതെ വയ്യ. സൈക്കോളജിയുടെ ആചാര്യന്മാരെയൊക്കെ എടുത്ത് നിരത്തി വെച്ച് എല്ലാം ഗുരുമുഖത്ത് നിന്ന് തരും പോലെ പാവ്ലോവും സ്കിന്നറിനെയൊക്കെ എടുത്ത് നിരത്തി തിയറി എല്ലാം ശരിക്ക് നല്ലൊരു ക്ലാസ് തന്നെ. തിയറി പ്രാക്ടിക്കലും ഒക്കെ കൊണ്ടുവന്നു. പ്രാക്ടിക്കൽ ലേണിങ് കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഏറ്റവും ഉചിതമായി തന്നെ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും ലേണിങ്, അൺലേണിങ്, പിന്നെ കണ്ടീഷനിങ്, മോട്ടിവേഷൻ, അതെങ്ങനെ വേണം എല്ലാം നല്ല ഭംഗിയായിട്ട് ആദ്യമായി കേൾക്കുന്നവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയ വിധത്തിൽ. സോഷ്യൽ ലേണിങ് അതെ മാതാവിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞ് ഉരുവായി അതിനെ എന്താ പറയണേ, ഹൃദയം പിടിപ്പ് തുടങ്ങുമ്പോഴേ നല്ല ഇതെല്ലാം ഗ്രഹസ്ഥമാക്കാൻ പറ്റുമെന്ന് പുരാണങ്ങളിലും പറയുന്നുണ്ടല്ലോ. അതെല്ലാം ഓർമ്മപ്പെടുത്തി നല്ലൊരു ക്ലാസ് ആയിരുന്നു. പറയാതെ വയ്യ. പ്രത്യേകം നന്ദിയും അഭിനന്ദനം അറിയിക്കുക. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു സാർ. രാജു സാർ ഉണ്ടോ? ബഹുമാർ സാർ, ജോഷി സാർ, അബ്ദുറഹീം സാർ, നാഷ് ആൻഡ് ജാ. രാജു ഫിലിപ്പ് സാർ ഉണ്ടായിരുന്നു. രാജു സാർ എനിക്ക് തോന്നേ ഒരു 8 മണിക്ക് ക്ലാസ് ഇല്ലേ, നമുക്ക് കയറാം. 8 വായനേണ്ട ഒരു ഇതുണ്ടല്ലോ. ജോഷി സാർ ഉണ്ടോ? ഓക്കെ ഓക്കെ. സോ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. വളരെ മനോഹരമായി മാം പറഞ്ഞതുപോലെ. രാജു ഫിലിപ്പ് സാർ ഉണ്ട്. രാജു സാർ ഉണ്ട്, പക്ഷെ എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുഴപ്പമില്ല. ഓക്കെ, വെരി നൈസ്. മാമിന്റെ പുതിയ കരിയർ ഗൈഡൻസ് ഒക്കെ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ടോപ്പിക്. ഓക്കെ, അപ്പൊ താങ്ക് യു. താങ്ക് യു. See you. Bye. Thank you all.